ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമാൻ ഫാർമസിസ്റ്റ് എക്സാമിന്റെ റീസെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 2 ആണ്. ലാസ്റ്റ് ഡിസ്കഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ദ ഇൻഫർമേഷൻ ഓൺ കോഷണറി ആൻഡ് അഡ്വൈസറി ലേബിൾസ് യൂസ്ഡ് ഇൻ ഡിസ്പെൻസിങ് മെഡിക്കേഷൻസ്? ഓപ്ഷൻ എ ബ്രിട്ടീഷ് നാഷണൽ ഫോമുലറി, ബി ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, C British Pharmaceutical Codex and D British Medical Journal. ഓക്കെ, അപ്പോൾ ഡിസ്പെൻസിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോഷണറി ആൻഡ് അഡ്വൈസറി ലേബിൾസ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്ഷൻ എ ബ്രിട്ടീഷ് നാഷണൽ ഫോമുലറി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബ്രിട്ടീഷ് നാഷണൽ ഫോമുലറിയിൽ നമുക്ക് ഈ അഡ്വൈസറി ആൻഡ് കോഷണറി ലേബിൾസ്, പിന്നെ അതേപോലെ തന്നെ പ്രിസ്ക്രൈബിംഗ് ഗൈഡ് ലൈൻസ്, ഡ്രഗ് ഇൻട്രാക്ഷൻസ്, ഡോസിങ്, സൈഡ് എഫക്ട്സ് ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ സേഫ് എഫക്റ്റീവ് ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനൊക്കെ റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഒരു ബ്രിട്ടീഷ് നാഷണൽ ഫോമുലറി എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിപ്പോൾ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയയിൽ ഇപ്പം മെയിൻ ആയിട്ട് പറയുന്നത് ഡ്രഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് റിലേറ്റ് ചെയ്തിട്ടാണ്. മെയിൻ ഫോക്കസ് ഡ്രഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലാണ്. ഓപ്ഷൻ സി ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കോഡെക്സ് എന്ന് പറയുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ആണ്. അതിപ്പോൾ BNFും ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയൊക്കെ ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെഡിക്കൽ ജേർണൽ ഫോർ റിസർച്ച് ആൻഡ് ന്യൂസ്. ഓക്കെ, സോ ഇതിൽ BNFിലാണ് കോഷണറി ആൻഡ് അഡ്വൈസറി ലേബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Next question, which of the following drug has both anti-Parkinsonian and anticholinergic properties? Levodopa, bromocriptine, trihexyphenidyl and selegiline. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻറ്റി പാർക്കിൻസോണിയൻ എഫക്റ്റും ആൻറ്റികോളിനർജിക് പ്രോപ്പർട്ടിയും കാണിക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ട്രൈഹെക്സിഫെനിഡൈൽ എന്ന് പറയുന്നത് അതൊരു ആൻറ്റികോളിനർജിക് ഡ്രഗ് ആണ്. പാർക്കിൻസൺ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ട്രമേഴ്സ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും അസിറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമിൻ ലെവൽസ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രൈഹെക്സിഫെനിഡൈൽ എന്ന് പറയുന്ന ഡ്രഗ്. അപ്പോൾ അത് ആൻറ്റി പാർക്കിൻസോണിയൻ ആൻഡ് ആൻറ്റികോളിനർജിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ്. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവോഡോപ്പ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡോപ്പമിൻ പ്രിക്കഴ്സർ ആണ്. ബ്രോമോക്രിപ്റ്റിൻ ഡോപ്പമിൻ അഗോണിസ്റ്റ് ആണ്. ആൻഡ് സെലിഗിലിൻ ഇറ്റ് ഈസ് എ MAO-B inhibitor. Okay, so option C is the correct answer. Next question, which of the following components are included in 3-in-1 total parental nutrition formulations? Dextrose, amino acids and electrolytes, dextrose, amino acids and vitamins, dextrose, amino acids and lipids, dextrose, lipids and trace elements. സോ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഡെക്സ്ട്രോസ്, അമൈനോ ആസിഡ്സ് ആൻഡ് ലിപ്പിഡ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ഈ TPN എന്ന് പറയുന്നത് 3-in-1 വരുന്നുണ്ട്, അതേപോലെ തന്നെ 2-in-1 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഡെക്സ്ട്രോസ്, അമൈനോ ആസിഡ്സ് ആൻഡ് ലിപ്പിഡ്സ് ആണ്. അപ്പോൾ 3-in-1 ആണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ഒരു സിംഗിൾ IV ബാഗിലായിരിക്കും അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കുക. 2-in-1 ആണെന്നുണ്ടെങ്കിൽ ഡെക്സ്ട്രോസും അമൈനോ ആസിഡും നമ്മൾ ഒരുമിച്ച് കൊടുക്കും, ലിപ്പിഡ്സ് സെപ്പറേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ഡെക്സ്ട്രോസ്, അമൈനോ ആസിഡ്സ് ആൻഡ് ലിപ്പിഡ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബാക്കി ഓപ്ഷൻസിലൊക്കെ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോലൈറ്റ്സ്, വൈറ്റമിൻസ്, ട്രേസ് എലമെന്റ്സ് ഒക്കെയാണ്. ഈ ഇലക്ട്രോലൈറ്റ്സ്, വൈറ്റമിൻസ്, ട്രേസ് എലമെന്റ്സ് ഒക്കെ ഓരോ പേഷ്യൻറ്റിനും എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് മാക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ഡെക്സ്ട്രോസ്, amino acids and lipids. Next question, what is the role of titanium dioxide in pharmaceutical storage? A. Protect from sunlight, B. Prevent from decomposition, C. Increase potency, D. Improves taste. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ വൈറ്റ് പിഗ്മെന്റ് ആൻഡ് ഒപ്പാസിഫൈയിങ് ഏജൻസ്. മെയിനായിട്ട് അത് യൂസ് വരുന്നത് പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ്, എസ്പെഷ്യലി UV റേഡിയേഷൻ. അപ്പോൾ ഈ ലൈറ്റ് സെൻസിറ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഡീഗ്രഡേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഈ ഒരു ടൈറ്റാനിയം ഡയോക്സൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ഒപ്പാസിറ്റി ടു ടാബ്ലറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾ ടു എൻഹാൻസ് സ്റ്റെബിലിറ്റി ആൻഡ് ഷെൽഫ് ലൈഫ്. ടാബ്ലറ്റ്സിൻ്റെയും ക്യാപ്സ്യൂൾസിൻ്റെ ഒക്കെ സ്റ്റെബിലിറ്റി, ഷെൽഫ് ലൈഫ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഒപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കീ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു ഷീൽഡ് മെഡിക്കേഷൻ ഫ്രം ഹാർംഫുൾ എഫക്ട് ഓഫ് ലൈറ്റ്, എസ്പെഷ്യലി ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. അപ്പോൾ ഒരു മെയിൻ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഡ്രഗിൻ്റെ ഡീഗ്രഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓപ്ഷൻ എ പ്രൊട്ടക്ട് ഫ്രം സൺലൈറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Next question, what do you mean by interprofessional collaboration? A. Doctor, nurse, pharmacist,
patient family, B doctor nurse patient community, C nurse patient society caregiver, D nurse patient caregiver family. Okay, ഇതിൽ interprofessional collaboration എന്ന് പറഞ്ഞാൽ എന്താണ്? It is referred to the coordinated and cooperative effort among various healthcare professionals such as doctors, nurse, pharmacists and others along with the patient and patient family to ensure high quality and patient-centered care. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അതേപോലെ തന്നെ പേഷ്യൻസും പേഷ്യൻറ്റിൻ്റെ ഫാമിലിയും തമ്മിലുള്ള ആ ഒരു കോപ്പറേറ്റീവ് എഫേർട്ടിനെയാണ് നമ്മൾ ഇന്റർ പ്രൊഫഷണൽ കൊളാബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഈ പേഷ്യൻറ്റിൻ്റെയും പേഷ്യൻറ്റിൻ്റെ ഫാമിലിനായിട്ടും പ്രോപ്പറായിട്ട് അവിടെ ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസ് കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോപ്പർ കൊളാബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, പേഷ്യൻറ്റ് ഫാമിലി, ഇതാണ് പ്രോപ്പർ ഇന്റർ പ്രൊഫഷണൽ കൊളാബറേഷനിൽ വരുന്നുണ്ടായിരിക്കുക. ബാക്കി ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇതായിട്ട് റിലേറ്റ് ചെയ്ത് അത്രയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ബാക്കിയുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ, നഴ്സ്, പേഷ്യൻറ്റ് കമ്മ്യൂണിറ്റി, നഴ്സ്, പേഷ്യൻറ്റ് സൊസൈറ്റി, കെയർ ഗിവർ, നഴ്സ്, പേഷ്യൻറ്റ്, കെയർ ഗിവർ, ഫാമിലി. അപ്പം നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻറ്റും പേഷ്യൻറ്റിൻ്റെ ഫാമിലിയാണ് അതിൻ്റെ ആ ഒരു ഇന്റർ പ്രൊഫഷണൽ കൊളാബറേഷൻ്റെ അണ്ടറിൽ വരുന്നത്. Next question, a drug degrades into toxic substances when it comes in contact with heat. Which this drug should be stored in? A ventilated room, B moist room, C store in acid, D store under direct sunlight. Okay, അപ്പോൾ ഹീറ്റായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഡിഗ്രേഡ് ചെയ്ത് ടോക്സിക് സബ്സ്റ്റൻസസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യേണ്ടത് ഓപ്ഷൻ എ വെന്റിലേറ്റഡ് റൂമിലാണ്. കൂൾ ആൻഡ് വെന്റിലേറ്റഡ് റൂമിലാണ് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സസ് ഹീറ്റ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡീകമ്പോസിഷൻസ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ആ ഒരു റൂമിൽ പ്രോപ്പർ എയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എയർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ സ്റ്റേബിൾ ആക്കി നിർത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പറായിട്ട് ഒരു വെന്റിലേറ്റഡ് റൂമിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതുവഴി ഡ്രഗിൻ്റെ ഡീഗ്രഡേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഓപ്ഷൻസ് ഇപ്പോൾ മോയ്സ്റ്റ് റൂം, സ്റ്റോർ ഇൻ ആസിഡ്, അതേപോലെ തന്നെ സ്റ്റോർ അണ്ടർ ഡയറക്റ്റ് സൺലൈറ്റ്, ഈ കണ്ടീഷനൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ഡീകമ്പോസിഷൻ വേഴ്സൺ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതിലൊന്നും സ്റ്റോർ ചെയ്യരുത്. കൂൾ ആൻഡ് വെന്റിലേറ്റഡ് റൂമിലായിരിക്കണം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. Next question, a patient with a hypertension and urinary urgency and urinary retention, the patient has diagnosed with BPH. The recommended drug would be finasteride, doxazosin, tadalafil and mirabegron. അപ്പം ഇതിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, യൂറിനറി അർജൻസി, യൂറിനറി റിട്ടൻഷൻ, BPH ഉള്ള പേഷ്യൻ്റ് ആണ്. അപ്പം ഈ കണ്ടീഷൻസിലെല്ലാം ഒരു ബെനിഫിറ്റ് തരുന്ന ഡ്രഗാണ് നമ്മൾ ഇതിൽ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഓപ്ഷൻ ബി ഡോക്സാസോസിൻ ആണ് കറക്റ്റ് ആൻസർ. ഡോക്സാസോസിൻ എന്ന് പറയുന്നത് ആൽഫ-1 അഡ്രിനർജിക് ബ്ലോക്കർ ആണ്. നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അതേപോലെ തന്നെ ബ്ലാഡറിലെ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി തന്നെ ആ ഒരു യൂറിൻ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഹൈപ്പർ ടെൻഷൻ കണ്ടീഷനിലും ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ബോത്ത് കണ്ടീഷൻസിൽ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ഡോക്സാസോസിൻ സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പേഷ്യൻറ്റിൽ. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ഫിനാസ്റ്റെറൈഡ്. ഫിനാസ്റ്റെറൈഡ് എന്ന് പറയുന്നത് 5 ആൽഫ റിഡക്ടേസ് ഇൻഹിബിറ്റർ ആണ്. നമുക്ക് BPHൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ, പക്ഷേ ഹൈപ്പർ ടെൻഷന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ടെഡലാഫിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതേപോലെ BPH കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം, പക്ഷേ ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ മിറാബിഗ്രോണും നമുക്ക് ഓവർ ആക്റ്റീവ് ബ്ലാഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഹൈപ്പർ ടെൻഷൻ പ്ലസ് BPH കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഓപ്ഷൻ ബി ഡോക്സാസോസിൻ ആണ്. Next question, which of the following drug is mydriatic and cyclophagic agent? A cyclopentolate, B pilocarpine, C acetylcholine, D atropine. അപ്പോൾ mydriatic and cyclophagic agentന്റെ എക്സാമ്പിളിൽ വരുന്നതാണ് നമുക്ക് ഓപ്ഷൻ എ സൈക്ലോപെൻറ്റോലേറ്റ്. സൈക്ലോപെൻറ്റോലേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് mydriatic and cyclophagic agent. നമുക്കിത് മെയിനായിട്ട് യൂസ് വരുന്നത് ഐ എക്സാമിനേഷൻസിലും അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈക്ലോപെൻറ്റോലേറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പൈലോകാർപ്പിനും അസറ്റൈൽകോളിനും ആണെന്നുണ്ടെങ്കിൽ അത് മിയോസിസ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ അട്രോപ്പിനും നമുക്ക് മിഡ്രിയാറ്റിക് ആൻഡ് സൈക്ലോഫേജിക് എഫക്റ്റ് തരുന്നുണ്ട്, പക്ഷെ അതെന്ന് പറയുന്നത് കൂടുതലും ലോങ് ടേം ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഈ ഏജൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ എക്സാമിനേഷൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ സൈക്ലോപെൻറ്റോലേറ്റ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അട്രോപ്പിൻ മോസ്റ്റ്ലി ലോങ് ടേം ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഓപ്ഷൻ എ സൈക്ലോപെൻറ്റോലേറ്റ് തന്നെ ഇതിൻ്റെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാം.
Next question, a patient underwent hip replacement. Which drug is given as prophylactic agent for stress ulcer in this case? A. Simethicone, B. Famotidine, C. Sodium alginate, D. Magnesium carbonate. അപ്പോൾ ഹിപ്പ് റീപ്ലേസ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു പേഷ്യന്റിന് സ്ട്രെസ് അൾസറിന് പ്രൊഫൈലാക്സിസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ബി ഫാമോറ്റിഡിൻ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനൊക്കെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അൾസേഴ്സിന് റിസ്ക് കൂടുതലാണ്. അപ്പൊ അവർക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാം, H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് കൊടുക്കാം, അതേപോലെ തന്നെ സുക്രാൽഫേറ്റ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ഫാമോറ്റിഡിൻ ഈസ് എ H2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ആ ഒരു ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസ് ഒക്കെ കുറക്കുന്നുണ്ട്. അതുവഴി നമുക്ക് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അൾസർ കണ്ടീഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഈ ഒരു ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമോറ്റിഡിൻ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ബാക്കി സെമിത്തിക്കോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഗ്യാസ് റിലീഫിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. സോഡിയം ആൽജിനേറ്റ് എന്ന് പറയുമ്പോൾ GERD ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. മഗ്നീഷ്യം കാർബണേറ്റ് അതൊരു ആന്റാസിഡ് ആണ്. So option B, famotidine is the correct answer. Next question, a physician prescribed a psychotropic drug for himself and asked the pharmacist to dispense it. What should be done by the pharmacist? A. Ask the physician to rewrite the prescription from another doctor. Give the drug. C. Don't dispense and tell him it is against the law. D. ഡിസ്പെൻസ് ഫോർ 30 days. ഓക്കെ, അപ്പോൾ ഒരു പ്രിസ്ക്രൈബർ ആൾക്ക് വേണ്ടി തന്നെ സൈക്കോട്രോപിക് ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഫാർമസിസ്റ്റ് ഡോണ്ട് ഡിസ്പെൻസ് ആൻഡ് ടെൽ ഹിം ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി ലോ. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഈ സൈക്കോട്രോപിക് ഡ്രഗ് എന്ന് പറയുന്നത് കൺട്രോൾ ഡ്രഗ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അബ്യൂസ് പൊട്ടൻഷ്യൽ അതേപോലെ മിസ്യൂസ് ഒക്കെ കൂടുതലുള്ളതാണ് ഈ ഒരു സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എത്തിക്സ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ട് ഒരു പ്രിസ്ക്രൈബർ ആൾക്ക് വേണ്ടിയിട്ട് തന്നെ സൈക്കോട്രോപിക് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. അത് അഗെയിൻസ്റ്റ് ലോ ആണ്. അപ്പം അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് അത് ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. വേറൊരു പ്രിസ്ക്രൈബറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് കൊടുക്കാൻ പറ്റും. അതല്ലാതെ വേറൊരു പ്രിസ്ക്രൈബറെ വെച്ച് ജസ്റ്റ് റീറൈറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതാണ് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്, റീറൈറ്റ് ചെയ്ത് കൊടുക്കാനാണ്. പക്ഷെ റീറൈറ്റ് ചെയ്ത് കൊടുക്കുകയല്ല, വേറെ ആളെ കൺസൾട്ട് ചെയ്ത് ആളത് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ വേറെ കണ്ടീഷൻസിൽ അത് ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദി ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഡിസ്കഷൻസിൽ വരുന്നത്. സോ ഇതുപോലെയുള്ള റീസെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ കോച്ചിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോച്ചിങ് റിലേറ്റഡ് ആൻഡ് ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ക്വയറീസിന് പ്ലീസ് ടു കോൺടാക്ട് സി മെഡിടെക് ഓൺലൈൻ അക്കാദമി. താങ്ക് യു.